ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത് എൻ്റെ കയ്യിലുള്ള ഹെർബൽ ലൈഫിന്റെ ന്യൂട്രീഷണൽ പ്രൊഡക്റ്റ് ആണ്. അതായത് ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാല് കിൻഡൽ കണക്കിന് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ഷുഗറിന്റെ ആരംഭം തുടങ്ങി. തുടക്കത്തിൽ ഇവരുടെ പ്രൊഡക്റ്റ് കുടിച്ച് കുറഞ്ഞതിന്റെ എല്ലാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ കുറച്ച് പേര് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു കണ്ടു. എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലിലാണ് ആദ്യം ഇതിനെപ്പറ്റി കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഒരു വീഡിയോ കാണുന്ന സമയത്ത് മോസ്റ്റ്ലി കമൻസ് ആണ് എൻ്റെ കണ്ണിൽ ഞാൻ ശ്രദ്ധിക്കാറ് കമൻസ് ആണ്. കാരണം കമൻസ് വരുന്ന സമയത്ത് എത്രത്തോളം ജെനുവിനിറ്റി അതിനുണ്ട് എന്നുള്ളത് ഒരുവിധം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത്, കാരണം ഒരാൾ മാത്രമായിരിക്കില്ല അത് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. കാരണം ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും അത്. പ്രത്യേകിച്ച് തടി കുറയ്ക്കാനുള്ളൊരു പ്രോഡക്റ്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും തടി എന്ന് പറയുന്നത് വളരെ വിഷയമാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും കൂടി അതൊരു ഈഗോ പ്രോബ്ലം ആക്കി എടുക്കുന്ന ഒരു മാറ്ററാണ് തടി എന്ന് പറയുന്നത് അല്ലേ. കുറയ്ക്കാൻ വേണ്ടി എന്തും ചെയ്യാം, എത്ര പൈസ വേണമെങ്കിൽ കൊടുക്കാം, എന്ത് പ്രോഡക്റ്റും വാങ്ങി കഴിക്കാം. പക്ഷേ എക്സസൈസ് ചെയ്യാൻ മാത്രം പറ്റില്ല എന്നുള്ളൊരു മെത്തേഡും കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടി നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. ചില ആൾക്കാരുടെ ഇടയിൽ കേട്ടോ. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വേണം കഴിക്കാം, എന്ത് വേണം ചെയ്യാം, പക്ഷേ എക്സസൈസ് ചെയ്യാൻ പറയരുത്. അതായത് ശരീരം അനങ്ങിയുള്ള പരിപാടിക്ക് നമ്മളെ കിട്ടൂല, പക്ഷെ തടി കുറയണം എന്ന ചില കൺസെപ്റ്റുള്ള ചില ആൾക്കാരാണ് ഇതുപോലുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള തടി കുറയ്ക്കാമെന്ന് ഈസി ആയിട്ട് ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പലരും. അപ്പം അങ്ങനെ വന്ന അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ കണ്ട കമൻസിൽ ഏകദേശം ഒരു 70-80% ആൾക്കാർ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ ഒരു ന്യൂട്രീഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഒരു 20% അല്ലെങ്കിൽ 10% ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത്. സോ രണ്ട് വശവും അതിനുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പല ഫുഡും, ജങ്ക് ഫുഡ് ഒരുപാട് നമ്മൾ കഴിക്കുന്നുണ്ടല്ലേ. അതിൽ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും നമുക്ക് നന്നായിട്ട് അറിയാം. പോസിറ്റീവ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ക്രാവിങ്സിനും നമ്മുടെ വിശപ്പ് അകറ്റാൻ മാത്രമുള്ളൊരു സംഭവമാണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നെഗറ്റീവും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് താനും. നമുക്കൊരിക്കലും ആരോഗ്യപരമായിട്ടുള്ള ഒരു സംഭവം ആ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടില്ല എന്നറിയാം. എന്നിട്ട് നമ്മൾ കഴിക്കുന്നില്ലേ അല്ലേ? എത്ര പേര് അത് കഴിക്കുന്നുണ്ടാവും ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അതായത് ഈ ബ്രോസ്റ്റഡ് ആയിക്കോട്ടെ, ബർഗർ ഐറ്റംസ് ആയിക്കോട്ടെ, പിസ്സാസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡ് ഉണ്ട്. ഈവൻ ഞാനടക്കം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് അതിനെക്കൊണ്ടൊരു കാര്യമില്ല എന്ന് ബോധമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ കഴിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഏത് പ്രോഡക്റ്റിനും അതിൻ്റെതായ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ന്യൂട്രീഷൻ പൗഡറും അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക ഹെൽത്ത് സംബന്ധമായിട്ടുള്ള നമുക്ക് ആരോഗ്യം തരുന്നത് എന്ത് ഫുഡും ആയിക്കോട്ടെ, അത് നമുക്ക് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനനുസരിച്ച് മാത്രം അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇതുപോലുള്ള ചെറിയ ഹാംഫുൾ എഫക്റ്റ് പുറത്ത് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അമ്മയ്ക്ക് ഇത് ലോങ് റണ്ണിൽ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തതിനു ശേഷം അമ്മയ്ക്ക് ഡെയിലി അവിടെ വന്ന് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എൻ്റെ അമ്മ സ്റ്റോപ്പ് ചെയ്തു. അമ്മ പറഞ്ഞു, എനിക്ക് ദിവസം അവിടെ വന്ന് കുടിക്കാൻ വയ്യ, നീ എനിക്ക് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ വീട്ടിൽ ഇരുന്ന് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഇങ്ങനെയുള്ള കാര്യം പറയുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇത് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അമ്മയ്ക്ക് പോകെ തുടക്കത്തിലുള്ള മാറ്റമല്ല പിന്നെ വന്നു തുടങ്ങിയത്. സംഭവിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഇത് കുടിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഷുഗർ എന്നുള്ളൊരു പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഷുഗറിൻ്റെ ആരംഭം തുടങ്ങി. തുടക്കത്തിൽ ഇവരുടെ പ്രൊഡക്റ്റ് കുടിച്ച് കുറഞ്ഞതിൻ്റെ എല്ലാ ഇരട്ടിയായിട്ട് വീണ്ടും കയറി. BP നന്നായിട്ട് കയറി കൂടി. അതുകൂടാതെ എൻ്റെ അമ്മയ്ക്ക് ഇത് കുടിച്ച് പകുതി ആയതിനു ശേഷമാണ് അമ്മയ്ക്കാണെങ്കിൽ മൈനർ സ്ട്രോക്കിൻ്റെ പ്രശ്നം വന്നു. അതുകൂടാതെ മുട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഭയങ്കരമായിട്ട് കൂടി. അതായത് ഇല്ലാത്ത ആരോഗ്യ പ്രശ്നം കൂടുതലായിട്ട് എൻ്റെ അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞാനും എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് എൻ്റെ അമ്മയെ എടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോട് ഞാനും ചെന്ന് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞ് ഞങ്ങൾക്ക് ഷുഗർ തുടങ്ങി. അവരെന്നെയും വഴക്ക് പറയാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കൊന്ന്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഡോക്ടറെ നേരിട്ട് കണ്ട് ഒന്ന് ഇത് ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്, എൻ്റെ ഇത് ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനോ പ്രോപ്പറായിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒരു കാലാവധിക്ക് അനുസരിച്ച് മാത്രം ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇത് ചെയ്യൂ. ഇത് ദിവസവും കുടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് നടത്തുന്നതും നമ്മളിങ്ങനെ ചെയ്യും. പുള്ളിക്കാരനാണ് ആദ്യം മറുനാടൻ മലയാളിയിൽ വന്നിട്ട് ഇതുപോലൊരു റിപ്പോർട്ട് കൊടുത്ത ഒരു വ്യക്തി.
അപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇറക്കിയെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം ഇതുപോലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. പക്ഷെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ റിസൾട്ടും അതുപോലെ തന്നെ ഇത് നമുക്ക് പിന്നീട് ആപത്തല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ യൂസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും പണികൾ കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒന്ന്, എത്ര കെമിക്കൽ ഇല്ല എന്ന് പറഞ്ഞാലും ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിലും ഒരു ചെറിയ ശതമാനെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം കെമിക്കൽ ഉണ്ടാവും. കാരണം ഒന്നെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് ഫുഡ് പാർട്ടിക്കിൾസ് ആണ്, വെടക്കായി പോവാതിരിക്കാൻ അല്ലെങ്കിൽ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പല കെമിക്കൽസും യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലുണ്ടാവും. പിന്നെ ഡപ്പ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഇത് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡപ്പ, അത് ഏതൊക്കെ രീതിയിലുള്ള ബോട്ടിൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ അവർ എന്തൊക്കെ രീതിയിലുള്ള ഫില്ലിങ്സ് ആണ് കൊടുക്കുക, ഏതൊക്കെ രീതിയിലുള്ള ഫില്ലിങ്സ് ആണ് കൊടുക്കുക. ഇതൊക്കെ അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല സാധനങ്ങളുടെ ഈവൻ പച്ചക്കറികൾ തൊട്ട് അങ്ങോട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന എന്തും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ നല്ല സാധനമാണ്, കൺഫേം ആണ്, അതിലൊരു മായവും ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നില്ല, സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈവൻ നമ്മൾ കുടിക്കുന്ന ചായപ്പൊടി വരെ എനിക്ക് തോന്നുന്നു മായം കലർന്ന് മാത്രം വരുന്ന പ്രോഡക്റ്റുകളാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാണ്ടിരിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. നമ്മൾ നിത്യ ഉപയോഗത്തിനായിട്ട് യൂസ് ചെയ്യുന്ന പല സാധനങ്ങളിൽ, ഈവൻ പേസ്റ്റ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, അതിൽ ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അല്ലേ? പക്ഷെ നമ്മൾ നിത്യം പല്ല് തേക്കാതിരിക്കുന്നുണ്ടോ? തേക്കുന്നില്ലേ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പ്രോഡക്ട്സിൽ പല രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പല രീതിയിലുള്ള രോഗങ്ങളിലേക്കാണ്. എനിക്കത് പണ്ടത്തെ ആൾക്കാരിലേക്കാൾ കൂടുതൽ ഇന്നത്തെ ആൾക്കാർക്ക് കൂടുതൽ രോഗങ്ങൾ കൂടുതൽ കാണാൻ സാധ്യത ഇന്നത്തെ ആൾക്കാർക്കാണ് അല്ലേ, പഴയ ആൾക്കാരെക്കാളും നോക്കുന്ന സമയത്ത്. കാരണം അന്നത്തെ ജീവിതശൈലിയല്ല, അന്നത്തെ പ്രോഡക്ട്സ് അല്ല ഇന്ന്. കാരണം ഇന്ന് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇപ്പം പഞ്ചസാര തന്നെ നിങ്ങൾ നോക്കൂ, എത്ര പലതരം കമ്പനികളാണ് ഒരു പഞ്ചസാര ഇറക്കുന്നത് അല്ലേ. പഞ്ചസാര എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്, പക്ഷെ കമ്പനികൾ പലതരമാണ്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസിനും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഇതെൻ്റെ തോന്നലുകളാണ്. കാരണം ഞാൻ അവിടെ ഇവിടെയും കേട്ടതും കണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒന്നിലും മായമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ ആലോചിക്കൂ, പഞ്ചസാര ഒന്നേ ഉള്ളൂ, എന്തിനാണ് പലതരം കമ്പനി? ഒരു കമ്പനി പോരെ? അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പല പ്രോഡക്ട്സിന് പല രീതിയിലുള്ള കമ്പനികൾ. ഒരു മരുന്ന് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മരുന്നിൻ്റെ പേരിൽ ഒരുപാട് കമ്പനികളുണ്ടാവും. മനസ്സിലായില്ലേ? മെഡിക്കൽ ഷോപ്പുകാർ തന്നെ ചിലപ്പോൾ പറയും ഇതിൽ പലതരം കമ്പനികൾ, നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കമ്പനി ചൂസ് ചെയ്ത് നമുക്ക് തരും. അല്ല, ഇതാണ് ശരി. അപ്പം ഇതിലേതാണ് നല്ലത് ചീത്ത എന്നുള്ളത് നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഒന്നെങ്കിൽ പക്ക ഒരു ന്യൂട്രീഷൻ്റെ ഹെൽപ്പ് മുഖേന മാത്രം ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുക. ഒരു ന്യൂട്രീഷൻ്റെ ഹെൽപ്പ് നല്ലതാണ്. കാരണം ന്യൂട്രീഷനായിട്ടുള്ള, അതായത് തടി കുറയുക, വണ്ണം കുറയുക, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇനിയിപ്പം അത്യാവശ്യം ബൾക്കി ആയിട്ട് ഒന്ന് മസിൽസൊക്കെ ഒന്ന് അത്യാവശ്യം ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു ന്യൂട്രീഷൻ്റെ സഹായത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആരോഗ്യം, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും എന്താ പറയുക, ചില രീതിയിൽ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ന്യൂട്രീഷൻ്റെ ഡോക്ടർക്ക് നമുക്ക് തരാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാല് കിൻ്റെ കണക്കിന് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആന്റിയാണ് എനിക്ക് ഈ ഹെർബൽ ലൈഫ് പരിചയപ്പെടുത്തി തന്നത്. 86 കിലോയോളം നിന്ന സമയത്താണ് എന്നെ ആന്റി കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തു. രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ഇതാണ് കഴിക്കുന്നത്. ഇതൊരു ന്യൂട്രീഷണൽ ഫുഡ് എന്നാണ് പറയുന്നത്, അല്ലാതെ പല കമ്പനിയിലും കാണുന്ന പോലെ ഇതൊരു മെഡിസിൻ എന്ന് പറഞ്ഞവർ തരുന്നില്ല. അത് സത്യം തന്നെയാണ്, ഇതൊരു ന്യൂട്രീഷണൽ ഫുഡാണ്. അപ്പം എനിക്ക് ഒരു 1.5 മാസം കൊണ്ട് തന്നെ 10 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരു 10-15 ദിവസത്തിനുള്ള ഒരു വെയിറ്റും കുറഞ്ഞില്ല. കുറഞ്ഞ ഒരു 10 കിലോയിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പൊ എനിക്കൊരു 78, 77 ആ ഒരു ഇതിലോട്ട് പോയായിരുന്നു എന്റെ വെയിറ്റ്. അപ്പൊ തന്നെ എനിക്ക് ബോഡിയിൽ നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൈഡ് എഫക്റ്റുകൾ അന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും എനിക്ക് ഇതേപോലെ മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം മുടിയാണ് എന്റെ കൊഴിഞ്ഞതെന്ന്. അപ്പൊ ഇതിന്റെ അപ്പുറം മുടിയാണ് ചില സമയത്ത് ഈരുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അത് ഡെയിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇതേപോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. കല്യാണ സമയത്തൊക്കെ ആൾക്കാർ എന്നോട് വെപ്പ് മുടിയാണെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഹെർബൽ ന്യൂട്രീഷൻ കഴിച്ച മറ്റൊരു വ്യക്തിയുടെ വീഡിയോ ഞാനൊന്ന് ചോദിക്കട്ടെ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ചിലപ്പോൾ മേ ബി തെറ്റായിരിക്കാം.
ഈ തടി കുറയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സസൈസും ഡയറ്റും കാര്യങ്ങളും. ഡയറ്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഫുഡ് എടുക്കുക എന്നല്ല, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഓയിൽ ഫുഡ്, ഷുഗർ ഫുഡ് ഇതൊക്കെ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ തടി കുറയാൻ സാധ്യത കൂടുതലല്ലേ. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഫുഡ് മാത്രം കഴിച്ച്, പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന ഒരുപാട് നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളുണ്ട് നമുക്ക് ചുറ്റും. അപ്പം അതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് വേണ്ട ആവശ്യത്തിന്, ശരീരത്തിന് വേണ്ട ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ കിട്ടില്ലേ. അപ്പം ഈ ഒരു കാര്യം, ഒരു ന്യൂട്രീഷൻ, ഒരു എക്സസൈസും ചെയ്യാതെ ഇതുപോലുള്ള ന്യൂട്രീഷൻ ഫുഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള തടി കുറയ്ക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് തടി കുറയ്ക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഇപ്പം ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും വിയർക്കണം, വിയർത്ത് കഴിഞ്ഞാൽ വിയർപ്പിലൂടെയാണ് നമ്മുടെ ഈ ഫാറ്റ്, യൂറിൻ, അതിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഫാറ്റ് ഒരുപാട് പുറത്തോട്ട് പോകാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്നറിയില്ല, പണ്ടൊക്കെ കേട്ട കാര്യങ്ങളാണ്. അപ്പം ഒരു വർക്കൗട്ടും ഇല്ലാതെ വെറും ഇതുപോലുള്ള ന്യൂട്രീഷൻ ഫുഡ് മാത്രം, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഡയറ്റ് ബേസിക്കലി ബിഹൈൻഡ് ഉണ്ടാവാം, പുറകിൽ ഡയറ്റും കാര്യങ്ങളും ഉണ്ടാവാം. ഇതിൻ്റെ ഒരു പ്രോപ്പർ കൺസ്യൂമിങ് രീതി എന്താണെന്നൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇവർ പറഞ്ഞത് 2 നേരം വെച്ച് കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ഉണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒന്നുമില്ല. ജസ്റ്റ് കൺസ്യൂം ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എനിക്കിപ്പോഴും ഒന്നേ പറയാനുള്ളൂ, എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ വാങ്ങി പെട്ടെന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരു ന്യൂട്രീഷൻ ഡോക്ടറെ കണ്ടതിന് ശേഷം, കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കൺഫേം ചെയ്തിട്ട് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് കൺസ്യൂം ചെയ്യുക. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം എല്ലാ പ്രോഡക്ട്സും നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില കമ്പനിയുടെ ചില മരുന്നുകൾ ചിലവർക്ക് അലർജി വരെ ഉണ്ടാകും, ചിലവർക്ക് ശരീരത്തിന് പറ്റൂല. ചിലവർ പറയും ആ കമ്പനീൻ്റെ മരുന്ന് എനിക്ക് വേണ്ട, വേറെ കമ്പനി മതി എന്ന് പറയും. അതേ ടാബ്ലറ്റ് ചിലപ്പം മറ്റ് കമ്പനി യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പ്രോഡക്റ്റ് വൈസുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെയാണ്. ചിലർക്ക് ചില ശരീരത്തിന് പറ്റും, ചില ശരീരത്തിന് പറ്റില്ല, അതുപോലെയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ, കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റീഷ്യൻ ഡോക്ടറെയോ ന്യൂട്രീഷൻ ഡോക്ടറെയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങി കൺസ്യൂം ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടി ഇതുപോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും എനിവേ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.